ഹലോ വെൽക്കം ഓൾ ഓഫ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉറപ്പായിട്ടും നാളത്തെ എക്സാമിന് പഠിച്ചു പോകേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് വൺ തിയറീസ് ഓൺ ഒറിജിൻ ഓൺ ലാംഗ്വേജ്. നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെയാണ് പൂ തിയറി, ഡിങ് ഡോങ് തിയറി, ബോവോ തിയറി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓൾ ഫുൾ ഫോംസ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടതാണ്, ടെക്സ്റ്റ് അബ്രിവേഷൻസും ഫുൾ ഫോംസ് എല്ലാം അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എസ്സേ ഇട്ടതാണ്, അതും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എഡ്യൂക്കേറ്റ്സ് എന്താണ് മര്യാദകൾ, കമ്മ്യൂണിക്കേഷനിൽ വരുത്തേണ്ടതായിട്ടുള്ളത്, ലിസണിങ്ങിൽ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത് മൂന്നും പഠിച്ച് വെക്കുക. ദെൻ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ സ്കിൽസ് ആണ്, റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ടൈപ്സ് ഓഫ് ലിസണിങ് ഏതൊക്കെ ടൈപ്പ് ലിസണിങ് ആണ് വരുന്നത് അതും നോട്ട് ചെയ്ത് വെക്കുക. സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഗ്ലോബൽ ലാംഗ്വേജ്, ബൈലിംഗ്വലിസം, മൾട്ടിലിംഗ്വലിസം, ആ ടേംസ് ഒക്കെ ഡെഫിനേഷൻസ് ഓർത്ത് വെക്കുക. സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് റീഡിങ്ങിൻ്റെ മെത്തേഡ്സ് ആണല്ലേ, സ്കാനിങ്ങും സ്കിമ്മിങ്ങും നോക്കി വയ്ക്കുക. ദെൻ റീഡിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്, റീഡിംഗ് ടെക്നിക്സ് ആസ്ക്, ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് നമ്മൾ എസ്സേ ഇട്ടില്ലേ, അതാണ് റീഡിംഗ് ടെക്നിക്സ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ചസ് ഏതൊക്കെ രീതിയിലാണ് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പിന്നെ അതിലും ഓരോ ടൈപ്സ് വരുന്നുണ്ട്, അങ്ങനെ ആ ഒരു എസ്സേ വരെയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാം. ദെൻ ലേണിംഗ് ഡിസബിലിറ്റീസ് ഏതൊക്കെ ഡിസബിലിറ്റീസ് ആണ്, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ദെൻ ലിത്തോഗ്രഫി, ക്യൂണിഫോം, വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ്, അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ ടെക്നോളജി ഇൻ ദി കറണ്ട് ലാംഗ്വേജ് യൂസ് ഏതൊക്കെ ടെക്നോളജീസ് ആണെന്നുള്ളത് എഴുതുക. ദെൻ ഓഫ്സെറ്റ് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് അതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എഴുതുക. ദെൻ ഇ ബുക്ക് അഡ്വാൻറ്റേജസ് അതിലൊരു കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് എഴുതുക. ദെൻ ഇമോജീസ് ആൻഡ് ഇമോട്ടിക്കോൺസ് ചിലപ്പോൾ അത് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്സിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ ICT ആൽഗോറിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, അതാണത്. ദെൻ ഫയൽ ഫോർമാറ്റ് ഏതാണ്, PDF, പിന്നെ അതേപോലെ തന്നെ MP3, MP4 ഒക്കെ അതൊക്കെ ഇതിൽ വരുന്നതാണ്. ദെൻ കോമൺ എറർ ഇൻ സോഷ്യൽ മീഡിയ നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചില്ലേ, എ ലോട്ട് എന്നാണ് പറയേണ്ടത് എന്നൊക്കെ, അതാണ് കോമൺ എറേഴ്സ് ഇൻ സോഷ്യൽ മീഡിയ വരുന്നത്. 3 ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് ഏതൊക്കെയാണ്, 3 ടൈപ്സ് ഉണ്ട്, പീപ്പിൾസിനെതിരെയുള്ളത്, ഗവൺമെൻറ്റിനെതിരെയുള്ളത്, അതേപോലെ പ്രോപ്പർട്ടിക്കെതിരെയുള്ളത്, അങ്ങനെ നമ്മൾ പഠിച്ചതാണ്. ദെൻ കോമൺലി ഒക്കറിങ് സൈബർ സ്പേസ് അബ്യൂസസ് ഒരു ടേബിളാണ് ലാസ്റ്റ് നിങ്ങളുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ടേബിളാണ്. എന്തായാലും പഠിച്ചിട്ട് പോവുക, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കോ 5 മാർക്കോ ആയിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറേ വട്ടം വീഡിയോ ഇട്ടതാണല്ലേ, വെർബൽ ആൻഡ് നോൺ വെർബൽ അതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഡിക്ലറേറ്റീവ്, ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, അങ്ങനെയുള്ള സെൻറ്റൻസസ് ഇല്ലേ, അതും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോകേണ്ടതാണ്. സോ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ. അപ്പോൾ ഇനി എന്താണ് നാളത്തെ എക്സാമിൻ്റെ മുന്നേ ഇങ്ങനെ ക്വിക്കായിട്ട് ഇടാൻ പറ്റിയ വീഡിയോ എന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടുക. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്